ഹലോ, ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതൊരു പഴയ മോഡൽ സാരിയാണ്, ഒരു ഷിഫോൺ മെറ്റീരിയൽ ഉള്ളത്. ലൈറ്റ് റോസിൽ വന്നതാണ്. എനിക്കൊരു ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. എനിക്കല്ല, തയ്ച്ച് കൊടുക്കാനുള്ളതാണ്. ഇതാണ് കേട്ടോ അളവ്. ഇന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴേ എന്താണെന്നറിയില്ല, ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുകയാണ്. അപ്പോൾ കുടിക്കണ നേരത്ത് ഭയങ്കര ചൂടായിരുന്നു. എന്നാൽ പിന്നെ അത് അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. നമ്മൾ ഈ ടോപ്പൊക്കെ ഇല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത് ഷിഫോൺ മെറ്റീരിയൽസ് കൊണ്ടൊക്കെ ആണെങ്കിൽ അതിന് കോട്ടൺ മെറ്റീരിയൽ ഇടാണ്ട് പോളിസ്റ്റർ മെറ്റീരിയൽസ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കോട്ടൺ മെറ്റീരിയൽസ് ആകുമ്പോഴേ അത് അലക്കി കഴിയുമ്പോൾ അത് പെട്ടെന്ന് ചുരുങ്ങും. അപ്പോൾ നമ്മൾ ഈ ടോപ്പിൻ്റെ സ്ലിറ്റ് ഭാഗമൊക്കെ ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ പോളിസ്റ്റർ ആകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, നല്ല ഭംഗിയിൽ തന്നെ കിടക്കും. അപ്പോൾ ഷിഫോൺ മെറ്റീരിയൽസൊക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എപ്പോഴും പോളിസ്റ്റർ മെറ്റീരിയൽ എടുക്കാൻ നോക്കുക കേട്ടോ. ലൈനിങ് ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് കഴുത്തുമ്പോൾ ഒരു ചെറിയ വി ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്ലീവിന് ലൈനിങ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലീവിന് ലൈനിങ് വെക്കണ്ടാന്ന്. യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ തന്നപ്പോൾ കൂടെ തന്നിട്ടുണ്ടായിരുന്നത് ഈ ടോപ്പ്. യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, പക്ഷേ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നേരം കിട്ടിയത് ഇപ്പോഴാണ്. നമുക്ക് ടോപ്പിന് അളവൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതേ ഇതുപോലെ അളവിൻ്റെ ചെസ്റ്റ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ചെസ്റ്റ് ഭാഗം ഇങ്ങനെ ഒരുപോലെ ഒന്ന് പിടിച്ച് നോക്കുക. അതുപോലെ നേച്ചർ വേസ്റ്റിൻ്റെ ഭാഗം, അതുപോലെ ടോപ്പ് സീറ്റിൻ്റെ ഭാഗം, കൈ ഇതുപോലെ രണ്ടും ഒരുമിച്ചിട്ടിട്ട് ഇതുപോലെ അളവ് ടോപ്പിൻ്റെ കൈയും വെച്ചിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് കറക്റ്റ് ആയോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. സ്ലീവിൻ്റെ അളവ് ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ലൂസ് കൂടുതലുണ്ട് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അതൊന്ന് കുറച്ച് കൊടുക്കുകയാണേ.